പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാടുകളെ വളർത്തിയും ഭക്ഷ്യമത്സ്യങ്ങളെ വളർത്തിയും ഭക്ഷ്യവിളകൾ കൃഷി ചെയ്തും മികച്ച ആദായം നേടുക എന്ന നിലയിൽ കരിയാപ്പിള്ള എന്ന ഈ പാലക്കാടൻ കർഷകൻ നമ്മുടെ കാർഷിക പരിപാലനത്തിലെ വേറിട്ടൊരു വ്യക്തിത്വമാകുന്നു. സ്വന്തമായി ഉണ്ടായിരുന്ന ഓയിൽ മിൽ ആ മേഖലയിലുണ്ടായ പ്രതിസന്ധി മൂലം മില്ലുകളുടെ പ്രവർത്തനം നിലച്ചപ്പോൾ 11,000 ചതുരശ്ര അടി വരുന്ന കൊപ്രാക്കളം ഒരു തൊഴുത്തായി കരിയാപ്പിള്ള രൂപകൽപ്പന ചെയ്യുകയായിരുന്നു. 2,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 50,000 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ തയ്യാറാക്കിയ മീൻകുളത്തിന്റെ ചുറ്റുമായി അർദ്ധവൃത്താകൃതിയിലാണ് തൊഴുത്ത് സജ്ജീകരിച്ചത്. രണ്ട് നിരകളിലായി പശുക്കൾക്ക് യഥേഷ്ടം നിൽക്കുവാനും കിടക്കുവാനും തീറ്റ കഴിക്കുവാനും കഴിയുന്ന രീതിയിലാണ് തൊഴുത്തിനുള്ളിലെ സംവിധാനം. എച്ച് എഫ് സങ്കരം, ജേഴ്സി, സഹിവാൾ, ഗീർ ഇനത്തിൽപ്പെട്ട 60-ലേറെ പശുക്കൾ, എരുമകൾ, പോത്തുകൾ, 50-ലേറെ മൂരികൾ തുടങ്ങിയ കന്നുകാലികൾ ഇന്ന് കരിയാപ്പിള്ളയുടെ ഈ തൊഴുത്തിൽ സസുഖം കഴിയുന്നു. ഓരോ പശുവിനും അനായാസം കിടക്കുന്നതിനായി 5 അടി നീളവും 8 അടി വീതിയും വരുന്ന പ്രതലമാണ് തൊഴുത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കിടക്കുന്നതിനായി തറയിൽ റബ്ബർ മാറ്റും വെച്ചിരിക്കുന്നു. 2.5 അടി നീളത്തിലും 1.5 അടി വീതിയിലും തയ്യാറാക്കിയിരിക്കുന്ന പുൽത്തൊട്ടി ടൈൽസുകൾ പതിച്ച് സൗകര്യപ്രദമാക്കിയിരിക്കുന്നു. ഇതുമൂലം പശുക്കൾക്ക് തീറ്റ പൂർണ്ണമായും കഴിക്കാനാകുന്നു. ഏകദേശം 12,000 സ്ക്വയർ ഫീറ്റിൽ താങ്കൾ തന്നെ രൂപകൽപ്പന ചെയ്ത യു മോഡലിലുള്ള ഈ തൊഴുത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തൊഴുത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറച്ച് സ്ഥലം കൊണ്ട് കൂടുകൾ കന്നുകാലിയെ കെട്ടാമെന്നുള്ള സൗകര്യമുണ്ട്. പിന്നെ ഒരിടത്ത് തന്നെ ഇരുന്ന് വീക്ഷിക്കുമ്പോൾ തൊഴുത്തിന്റെ എല്ലാ ഭാഗം കാണാൻ കഴിയും. പിന്നെ തൊഴുത്തിലെ മഴവെള്ളം 50% നടുക്കുള്ള കുളത്തിലേക്ക് വിടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നടുക്ക് ജലാശയം കിടക്കുന്നത് കൊണ്ട് നമുക്ക് ചൂടിനെ കുറച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ആവശ്യമെങ്കിൽ മീൻ വളക്കുന്നില്ല എങ്കിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളമെടുത്ത് കറണ്ടിനോ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ അതിൽ വെള്ളമെടുത്ത് നമുക്ക് കന്നുകാലിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ ഒരു വ്യത്യസ്തമായൊരു മോഡലായിട്ട് ഇരിക്കട്ടെ എന്നുകൂടെ കരുതി. പിന്നെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ തൊഴുത്തിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് കാണാൻ കഴിയും. ഓപ്പൺ എയറിലാണ് തൊഴുത്ത് പണിതിരിക്കുന്നത്. ഒരു വശം ചുമരുകളില്ല. സൂര്യപ്രകാശവും കാറ്റും ഒരു വശത്ത് നിന്ന് കിടന്ന് മറ്റു വശത്തേക്ക് പോകാം. അതുകൊണ്ട് ചൂട് കുറച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ട്. തൊഴുത്തിൻ്റെ മേച്ചിൻ്റെ മുകളിൽ ഒരു എയർ ഹോൾ കൊടുത്തിട്ടുണ്ട് ചൂട് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ കന്നുകാലി പുറത്തോട് പുറമാണ് തിരിഞ്ഞിരിക്കുന്നത്. 2 വശവും 6 അടി വീതിയുള്ള തിണ്ണയുണ്ട്. അതുകൊണ്ട് നമുക്ക് തീറ്റകൾ ഇട്ട് കൊടുക്കാനും നടന്നു കാണാനും കന്നുകാലി വീക്ഷിക്കാനും ഒക്കെ വളരെ സൗകര്യപ്രദമാണ്. പിന്നെ ഓട്ടോമാറ്റിക് വെള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. റബ്ബർ മാറ്റ് കൊടുത്തിട്ടുണ്ട് മാടുകൾ കിടക്കാനായിട്ട്. നടുക്കൂടെ 4 അടി വീതിയിൽ വഴി കൊടുത്തിട്ടുണ്ട്. 2 ചാല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിടാക്കളെ കൊണ്ടുവന്ന് പശുവിനെ കുടിപ്പിക്കാനും പാല് കറന്ന് വയ്ക്കുവാനും തൊഴുത്തിൽ നിന്ന് വളം വണ്ടി വഴി കിടത്താനും ഒക്കെ സൗകര്യത്തിന് 4 അടി വീതിയിൽ വഴിയുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തും വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പ് ലൈൻ നടത്തിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെയാണ് തൊഴുത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. തൊഴുത്തിന് ചുവരുകളില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. പകരം കമ്പിവല സ്ഥാപിച്ച് തൊഴുത്തിനെ സംരക്ഷിക്കുന്നു. കാറ്റും വെളിച്ചവും യഥേഷ്ടം തൊഴുത്തിലേക്ക് എത്താൻ ഈ സംവിധാനം സഹായിക്കുന്നു. ഒപ്പം തൊഴുത്തിന്റെ ഏതു ഭാഗത്തു നിന്നും പശുക്കളെ നിരീക്ഷിക്കാനും കഴിയുന്നു. തൊഴുത്തിനോട് ചേർന്ന് 5 അടി വീതിയുള്ള വരാന്തയും തീർത്തിരിക്കുന്നു. തികച്ചും പാരിസ്ഥിതിക സജ്ജമായ പശ്ചാത്തല സൗകര്യമാണ് തൊഴുത്തിലുള്ളത്. തൊഴുത്തിന്റെ മധ്യഭാഗത്തുള്ള കുളത്തിലെ ജലവിതാനം തൊഴുത്തിലെ ചൂടിന്റെ അളവിനെ കുറയ്ക്കുന്നു. 2 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന തൊഴിലാളികൾ തൊഴുത്തിലെ കറവയും മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നു. മുപ്പത്തഞ്ചോളം കറവമാടുകളാണ് ഇപ്പോൾ തൊഴുത്തിലുള്ളത്. നന്നേ പ്രഭാതത്തിൽ തന്നെ പശുക്കറവ ആരംഭിക്കുന്നു. ഓരോ പുരുഷനും 20 പശുക്കൾ വീതം കറക്കുന്നു.
ദിവസം 2 നേരമാണ് കറവ. HF ഇനത്തിൽപ്പെട്ട പശുക്കളിൽ നിന്ന് ദിനം പ്രതി 28 ലിറ്ററിലേറെ പാൽ ലഭിക്കുമ്പോൾ മറ്റു പശുക്കളിൽ നിന്ന് 15 ലിറ്ററിലേറെയും കറന്നെടുക്കാൻ കഴിയുന്നു. ശരാശരി 300 ലിറ്റർ പാൽ പ്രതിദിനം ലഭിക്കുന്നു. ലഭിക്കുന്ന പാലിൽ ഏറിയ പങ്കും സമീപത്തുള്ള പാൽ സൊസൈറ്റിയിലൂടെ വിൽക്കപ്പെടുന്നു. തൊഴുത്തിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടിൽ 25ഓളം ആടുകളെയും കറിയാപ്പിള്ള പരിപാലിക്കുന്നു. യമു, അലങ്കാരക്കോഴികൾ, മുട്ടക്കോഴികൾ, താറാവുകൾ തുടങ്ങിയവയും ഈ കർഷകന്റെ ഫാമിലെ പരിമിത സൗകര്യത്തിൽ ആദായവും കൗതുകവുമേകി കഴിയുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി 400ഓളം ഫാമുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഈ തീറ്റ മിശ്രിതത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒന്ന് സാറ് വേസ്റ്റായ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കപ്പയുടെ സ്റ്റാർച്ച് എടുത്ത വേസ്റ്റ്, ബിയർ കമ്പനിയിൽ നിന്ന് ബിയർ എടുത്തതിൻ്റെ വേസ്റ്റ്, ചോള കമ്പനിയിൽ നിന്ന് ചോളം എടുത്തതിൻ്റെ വേസ്റ്റ്, അതിൽ തന്നെ 2 ഐറ്റം തൊണ്ടും മാവും, ഇങ്ങനെ 4 ഐറ്റം വേസ്റ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു പ്രത്യേക അനുപാതത്തിൽ ചേർത്ത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് മാടുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്ന് മാട് കറയിൽ തന്നെ മാട് ആരോഗ്യത്തിലും കൊഴുപ്പിലും നിൽക്കുന്ന കാണാൻ കഴിയും. തീറ്റ ചെലവിൽ 25% ചെലവ് കുറവുണ്ടാവാം. പിന്നെ അതുപോലെ ഉൽപ്പാദനത്തിൽ ഒരു 10% ഉൽപ്പാദനം കൂടുന്നുണ്ട്. ഈ അനുഭവം വെച്ചുകൊണ്ടാണ് ഈ കണ്ണൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള 400 ജില്ലയിലെ ഫാമുകാർ ഈ തീറ്റ എടുക്കുന്നത്. മറ്റുള്ള തീറ്റയും ഇതും തമ്മിൽ എന്താണ് പ്രത്യേകത? മറ്റുള്ള തീറ്റ കൊടുക്കുമ്പോൾ ഉൽപ്പാദന ചെലവിൽ കുട്ടെ തീറ്റ ചെലവിൽ ഒരു 25% കൂടുതലുണ്ടാവും. പിന്നെ പശു ആരോഗ്യത്തിൽ ഒന്നുകൂടി നിൽക്കാൻ നല്ലതാണ്. പിന്നെ ഈ തീറ്റ 1 ലിറ്റർ പാലിന് 1.5 കിലോ കണക്കാക്കി കൊടുക്കുമ്പോൾ തുല്യ വയ്ക്കലിലൊക്കെ ഒരു 25% കണ്ട് കുറവ് കൊടുത്താൽ മതി. പിന്നെ വിലയിൽ ഒരു 10-20% വില വ്യത്യാസം ഉണ്ടാവും. വില വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ പെല്ലറ്റ് മുതലായി ഇതിനെ അപേക്ഷിച്ച് വില കൊല്ലക്കുറവുണ്ടാവും. അതുകൊണ്ടാണ് 17 വർഷമായിട്ട് ഞാൻ ഇത് മാത്രമാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു 400 ഫാമുകാരിൽ ഒരു 300 ഫാമുകാരെങ്കിലും ഈ തീറ്റ മാത്രം കൊടുത്ത് കന്നുകാലിയെ നടത്തുന്നവരാണ്. പിണ്ണാക്ക്, തവിട്, പെല്ലറ്റ് തുടങ്ങിയ കാലിത്തീറ്റകൾ കറിയാപ്പിള്ള തന്റെ കാലികൾക്ക് നൽകുന്നില്ല. പകരം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തുന്ന മരച്ചീനി വേസ്റ്റ്, ചോള വേസ്റ്റ്, കഞ്ചിക്കോട്ടെ ബിയർ ഫാക്ടറിയിൽ നിന്നും ലഭിക്കുന്ന ബിയർ വേസ്റ്റ് എന്നിവയാണ് പ്രധാന ആഹാരമായി നൽകുന്നത്. തീറ്റകൾ പ്രത്യേക അനുപാതത്തിൽ മിശ്രണം ചെയ്താണ് കാലികൾക്ക് നൽകുക. കറവ പശുക്കൾക്ക് 1 ലിറ്റർ പാലിന് 1.5 കിലോഗ്രാം തീറ്റ എന്ന തോതിലും നൽകുന്നു. ദിവസേന 2 നേരമാണ് തീറ്റ നൽകുക. കാലിത്തീറ്റ നിർമ്മിതിയിൽ സ്വന്തമായ ഒരു ആശയം തന്നെയാണ് കറിയാപ്പിള്ള എന്ന ഈ ഇരുത്തം വന്ന കർഷകൻ ആവിഷ്കരിച്ചിരിക്കുന്നത്. ബിയർ വേസ്റ്റ്, മരച്ചിനി വേസ്റ്റ്, ചോളം വേസ്റ്റ് എന്നിവയുടെ മിശ്രിതത്തിലൂടെ തയ്യാറാക്കുന്ന കാലിത്തീറ്റ കാലികൾക്ക് ആരോഗ്യപ്രദവും പാലുൽപാദന ശേഷിയാർന്നതുമാണെന്ന് സ്വന്തം അനുഭവത്താൽ ഈ കർഷകൻ കണ്ടെത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മിശ്രിതം ഒരു വിപണന തലത്തിലേക്ക് എത്തിക്കാനും ഇദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ഇന്ന് സംസ്ഥാനത്തിലുടനീളമുള്ള 400-ലേറെ ഡയറി ഫാമുകളിലേക്ക് കറിയാപ്പിള്ളയുടെ ഈ കാലിത്തീറ്റ മിശ്രിതം എത്തുന്നു. ദിനം തോറും 25ഓളം പരിസരവാസികളായ തൊഴിലാളികളാണ് ഈ കാലിത്തീറ്റ മിശ്രിത പ്രവർത്തനങ്ങളിലും അതിന്റെ പാക്കിങ്ങിലും കയറ്റ് ജോലിയിലും വ്യാപൃതരായിരിക്കുന്നത്. പ്രത്യേക അനുപാതത്തിൽ തയ്യാറാക്കുന്ന ഈ മിശ്രിതത്തിനൊപ്പം ഉപ്പും മഞ്ഞളും ചേർക്കുന്നു. തന്മൂലം ഏതാണ്ട് 15 ദിവസത്തോളം കാലിത്തീറ്റ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യുന്നു. കമ്പോളത്തിൽ കിട്ടുന്ന കാലിത്തീറ്റ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ 25% ചെലവ് കുറയ്ക്കാൻ
ഈ കാലിത്തീറ്റ നിർമ്മിതിയിലൂടെ സാധിക്കുന്നു എന്നാണ് സ്കറിയാപിള്ളയുടെ അനുഭവ സാക്ഷ്യം. പശു വളർത്തലും മീൻ വളർത്തലും ഉപയോഗിച്ചുകൊണ്ട് ഈ 11 ഏക്കറിലുള്ള ജൈവ കൃഷി എങ്ങനെയാണ് ചെയ്യുന്നത്? കാർഷിക മേഖലയ്ക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത രീതിയാണ് ജൈവ കൃഷി. അതുകൊണ്ട് ജൈവവളം ലഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കർഷകർക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി. പശു വളർത്തുന്നതുകൊണ്ടും മീൻ വളർത്തുന്നതുകൊണ്ടും അത് തികച്ചും പരിഹരിക്കാൻ കഴിയുന്നു. പശുവിൻ്റെ ചാണകം ധാരാളമായിട്ട് ഈ 11 ഏക്കർ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. കൊടുക്കാമെന്ന് വെച്ചാൽ കാര്യമായി വില കിട്ടുന്നില്ല. അത് നമുക്ക് കാർഷിക മേഖലയ്ക്ക് ഉപയോഗിക്കുന്നില്ല, ആ നഷ്ടം പരിഹരിക്കാൻ കഴിയുന്നു. അതേപോലെ തന്നെ മീൻ വളർത്തലിൽ ആ വെള്ളം നമ്മൾ കുളത്തിന് താഴത്തേക്കുള്ള ഭാഗത്തെ വെള്ളം മുഴുക്ക് ടാപ്പ് ഇറിഗേഷനിൽ കൂടെ കൃഷിക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ മീൻ കാഷ്ടത്തിൽ കൊണ്ടുവന്ന അമോണിയ കൃഷിക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. അത് നേരിട്ട് ചെടികൾക്ക് വലിച്ചെടുക്കാനും കഴിയും. അങ്ങനെ രണ്ടും കൂടെ സംയോജിച്ചുള്ള കൃഷി രീതി ആയതുകൊണ്ട് കാർഷിക മേഖല കൂടുതൽ മുതൽ മുടക്കാതെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു രീതിയാണ് ഈ രണ്ടും. ഇനി നമുക്ക് സ്കറിയാപിള്ളയുടെ ഫലവൃക്ഷ പച്ചക്കറി ഇടങ്ങളിലേക്ക് ചെല്ലാം. വീടിന് ചുറ്റുമുള്ള 7 ഏക്കർ വരുന്ന വിശാലമായ പുരയിടത്തിൽ സർവ്വ കാർഷിക വിളകളും പച്ച പുതച്ച് തഴച്ച് വളർന്നു നിൽക്കുന്നു. പൂർണ്ണമായും ജൈവവള പ്രയോഗ രീതിയാണ് സ്കറിയാപിള്ള തന്റെ കൃഷിയിടത്തിൽ അവലംബിക്കുന്നത്. പാവൽ, വഴുതന, വെണ്ട, പയർ, ഇഞ്ചി, മഞ്ഞൾ, മുരിങ്ങ, നാരകം, കറിവേപ്പില തുടങ്ങി എല്ലാ ഇനം പച്ചക്കറി വിളകളും ഈ ഹരിതഭൂമിയിൽ സുലഭം തന്നെ. റെഡ് ലേഡി ഉൾപ്പെടെ വിവിധ ഇനം പപ്പായ, റംബൂട്ടാൻ, മാംഗോസ്റ്റിൻ, ഫാഷൻ ഫ്രൂട്ട്, പൈനാപ്പിൾ തുടങ്ങിയവ പഴവർഗ്ഗങ്ങളുടെ ചാരുത ചാർത്തുന്നു. കവുങ്ങ്, തെങ്ങ്, ജാതി, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളും ഈ പച്ചപ്പടർപ്പിൽ വിളവിന്റെ നിറവൊരുക്കുന്നു. 5000-ലേറെ വരുന്ന വിവിധതരം വാഴകളാണ് സ്കറിയാപിള്ളയുടെ മുഖ്യ കൃഷി. ഇതിൽ 3000-ലേറെ മൂട് ഏത്തവാഴയാണ്. കൂടാതെ പൂവൻ, കദളി, ചുണ്ടില്ലാക്കണ്ണൻ, പാളയംതോടൻ തുടങ്ങിയ ഇനങ്ങളും ഇവിടെ നിരയിട്ട് നിൽക്കുന്നു. സ്പ്രിംഗ്ലർ സംവിധാനത്തിലാണ് നന മുഴുവൻ. മണ്ണ് സെറ്റാകാതിരിക്കാൻ വേണ്ടി ബാർലി വേസ്റ്റ് മണ്ണിൽ വിതറിയതിനു ശേഷമാണ് കൃഷി ചെയ്യാറുള്ളത്. സ്കറിയാപിള്ളയുടെ മറ്റൊരു വരുമാനമാണ് ഇഞ്ചി കൃഷി. 2000 മൂട് ഇഞ്ചിയാണ് ഇപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത്. കാന്താരി മുളകിനും മറ്റു മുളകുകൾക്കുമുള്ള വർദ്ധിച്ച ഡിമാൻഡ് മറ്റൊരു വരുമാനവും ഈ കർഷകന് തരമാക്കി കൊടുക്കുന്നു. ഏതൊക്കെ ഇനം മത്സ്യങ്ങളാണ് ഇവിടെ വളർത്തുന്നത്? കൂടുതലും ഗിഫ്റ്റ് വിലോപ്പിയും കുറച്ച് നട്ടറുമാണ്. നട്ടറിന് വളർച്ച കൂടുതലുണ്ടാവും, പക്ഷേ ആവശ്യക്കാർ കൂടുതൽ ഗിഫ്റ്റ് വിലോപ്പിക്കാണ്. അത് ഈ ഗ്രോവൽസ് എന്ന് പറഞ്ഞ തീറ്റ ഇട്ട് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ മീന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഓപ്പൺ മാർക്കറ്റിൽ കിടക്കുമ്പോൾ അതിൻ്റെ അനുസരണമായി വില നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് തന്നെ കൊടുത്ത് ഒരു വിലയുണ്ടാക്കി എടുത്താൽ മാത്രമാണ് ഈ ഫീൽഡിൽ നമുക്ക് കൂടുതൽ വിജയിക്കാൻ കഴിയും. ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ കോഴി വേസ്റ്റ് ഇട്ട് കൊടുക്കുന്ന മത്സ്യത്തിനും ഈ മത്സ്യത്തിന് ഒരു വിലയെ കാണുകയുള്ളൂ. അതുകൊണ്ട് സ്വന്തമായി ബ്രാൻഡ് നെയിമിൽ മത്സ്യം വിൽക്കാൻ കഴിഞ്ഞാൽ അത് നേട്ടമായിരിക്കും. അത് എങ്ങനെ കഴിയുമെന്നുള്ള ആലോചനയിലാണ് ഇപ്പിരിക്കുന്നത്. ചാല് കീറിയ സ്ഥലത്തും ഈ കുളത്തിലുമായിട്ട് 3 മാസം കഴിയുമ്പോൾ ഏകദേശം 7 ടണ്ണോളം മത്സ്യങ്ങൾ വിളവെടുക്കാൻ തയ്യാറായിരിക്കും. ഇതിൻ്റെ വിപണനം എങ്ങനെയാണ്? വിപണനത്തെക്കുറിച്ച് സാറേ, കഴിഞ്ഞ തവണ നമ്മൾ കൊടുത്തത് 90 രൂപയ്ക്കാണ് കിലോയ്ക്ക് കൊടുത്തത്. ഏകദേശം 80 രൂപയോളം ഉൽപ്പാദന ചെലവ് വന്നിട്ടുണ്ട്. 10 രൂപയുടെ ലാഭം കിട്ടിയിട്ടുള്ളൂ. ഈ തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ട്രോളിംഗ് സമയത്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആ സമയത്താവുമ്പോൾ കടൽ മത്സ്യങ്ങൾ കുറവുള്ളപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു 130-140 രൂപയ്ക്കെങ്കിലും കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ പ്രതിസന്ധിയുള്ള കാരണം കുളങ്ങളിലെ മത്സ്യമൊക്കെ നേരത്തെ പിടിച്ചുപോയി. അതുകൊണ്ട് കൂടുതൽ മാർക്കറ്റിംഗ് കിട്ടുന്ന പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഭക്ഷ്യമീനുകൾക്കും സ്കറിയാപിള്ളയുടെ കൃഷിയിടത്തിൽ ഇടമുണ്ട്.
235 അടി നീളത്തിലും 110 അടി വീതിയിലുമുള്ള ഒരു കുളമാണ് മത്സ്യകൃഷിക്കായി ഈ കർഷകൻ തയ്യാറാക്കിയിരിക്കുന്നത്. മീനുകളുടെ പരിചരണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശുചിത്വം, തീറ്റ, സുരക്ഷ എന്നീ കാര്യങ്ങൾ ഏറെ പ്രധാനമാണ്. നീർക്കാക്ക, പൊന്മാൻ, പരുന്ത് തുടങ്ങിയ മത്സ്യപ്രിയരായ പക്ഷികളുടെ ശല്യം ഒഴിവാക്കാൻ കുളത്തിനു മേലെ വല വിരിച്ച് സുരക്ഷിതമാക്കിയിരിക്കുകയാണ് സ്കറിയാപ്പിള്ള. മറ്റ് ജന്തുക്കളിൽ നിന്നും മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിനായി കുളത്തിനു ചുറ്റും കമ്പി വേലി കെട്ടി ഫെൻസിംഗ് ചെയ്തിരിക്കുന്നു. പാടത്ത് 30ഓളം ചാലുകീറിയ സ്ഥലത്തും ഈ കർഷകൻ ഭക്ഷ്യമീനുകളെ വളർത്തുന്നു. 10,000-ഓളം മത്സ്യങ്ങളാണ് 30ഓളം ചാലുകീറിയ സ്ഥലത്ത് നിക്ഷേപിച്ചിട്ടുള്ളത്. 3 മാസം കൂടി കഴിയുമ്പോൾ രണ്ടിടത്തും കൂടി ഏകദേശം 7 ടണ്ണോളം മത്സ്യവിളവ് ഈ കർഷകൻ പ്രതീക്ഷിക്കുന്നു. കുളത്തിലെ എല്ലാ സ്ഥലത്തും ഒരുപോലെ തീറ്റയിട്ട് കൊടുക്കുന്നതിലേക്കായി ഒരു പെഡൽ ബോട്ട് സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്കറിയാപ്പിള്ളയുടെ വിശാലമായ ഈ കൃഷിയിടത്തിൽ കണ്ണു ചിമ്മാതെ കാവലിരിക്കാൻ ഒരു നായയും കൂടെയുണ്ട്. ആട് വളർത്തൽ, പശു വളർത്തൽ, കോഴി വളർത്തൽ, പിന്നെ മത്സ്യകൃഷി, അതോടൊപ്പം 11 ഏക്കറിലുള്ള ഈ കൃഷിയും കൂടി 66-ാം വയസ്സിൽ എങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു? സാർ, ഇത് കൂട്ടായ ഒരു പരിശ്രമമാണ് സാറേ. ഒരു കൂട്ടായ്മയുടെ ഫലമാണ്. ഭാര്യയുടെയും മക്കളുടെയും തൊഴിലാളികളുടെയും അതുപോലെ തന്നെ മറ്റ് അയൽക്കാരുടെയും അതുപോലെ തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഒരു പരിശ്രമം കൊണ്ടും ആദ്യം പറയേണ്ടത് മുഖ്യമായി പ്രാർത്ഥനയുടെയും അതിൽ കൂടെ കിട്ടുന്ന ഊർജ്ജം കൊണ്ടും ഇന്ന പ്രവർത്തനവുമാണ് ഇതിന് എല്ലാം സഹായകരമായി തീരുന്നത്. പ്രകൃതിയെ ഹൃദയത്തോട് ചേർത്തു വയ്ക്കുകയായിരുന്നു സ്കറിയാപ്പിള്ള എന്ന ഈ പാലക്കാടൻ കർഷകൻ. അത് കൃഷിയോടുള്ള ആരാധനയായി മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കാലികളും പക്ഷികളും മത്സ്യങ്ങളും പച്ചക്കറി വിളകളുമൊക്കെ കേരളത്തിന്റെ കാർഷിക സൗന്ദര്യമായി ഈ വിശാലമായ തോട്ടത്തിൽ നിരയിടുന്നത്. പ്രകൃതിയുടെ അധീശതയോടുള്ള മഹാപ്രാർത്ഥനയാണ് ജീവിതം എന്ന് തന്റെ കാർഷിക വൃത്തിയിലൂടെ സ്കറിയാപ്പിള്ള നമ്മോട് പറയുമ്പോൾ അത് മലയാളി കാർഷിക മനസ്സിലേക്കുള്ള സ്നേഹദൂതായും മാറുകയാണ്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തരിശുനില കൃഷി വ്യാപിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനങ്ങൾ. മഴവെള്ള സംഭരണി ധനസഹായത്തിന് അപേക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്ത് കിറ്റുകൾ സൌജന്യമായി നൽകും. ഏറ്റവും കൂടുതൽ പ്രദേശത്ത് തരിശുനില കൃഷി വ്യാപിപ്പിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൃഷിവകുപ്പ് സമ്മാനങ്ങൾ നൽകുന്നു.
പഞ്ചായത്തുകൾക്ക് 15 ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിക്ക് 10 ലക്ഷം രൂപയും ഒന്നാം സമ്മാനം ലഭിക്കും. 2-3 സ്ഥാനത്ത് വരുന്ന പഞ്ചായത്തുകൾക്ക് 10 ലക്ഷം രൂപയും 7 ലക്ഷം രൂപയും സമ്മാനമായി നൽകും. മുനിസിപ്പാലിറ്റികളിലും നഗരപ്രദേശങ്ങളിലുമുള്ള മികച്ച കരനെൽ കൃഷി പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകും. കാർഷിക മാധ്യമ പ്രവർത്തനത്തിന് ഉണർവേകാൻ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ സംഘടിപ്പിച്ച കാർഷിക ശില്പശാലയ്ക്ക് സമാപനമായി. ഫാം ജേർണലിസവും പച്ചക്കറി പഴം ഉൽപാദനത്തിലെ നല്ല ശീലങ്ങളും എന്ന വിഷയത്തിലാണ് സംസ്ഥാനത്തെ കാർഷിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. കൃഷിവകുപ്പ് മുൻ ഡയറക്ടറും പ്രമുഖ കാർഷിക മാധ്യമ പ്രവർത്തകനുമായ ആർ ഹേലി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. VFPCക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ SK സുരേഷ്, ഡയറക്ടർമാരായ അജു ജോൺ മത്തായി, റെജി ജോർജ്, കാർഷിക പത്രപ്രവർത്തകൻ സുരേഷ് മുതുകുളം, ദൂരദർശൻ അസിസ്റ്റന്റ് ഡയറക്ടർ K ജ്യോതിഷ് കുമാർ, CD സുനീഷ് എന്നിവർ വിവിധ മാധ്യമങ്ങളുടെ സാധ്യതകളെപ്പറ്റി സംസാരിച്ചു. പ്രോജക്ട് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് ജ്യോതി സത്യനീശൻ, ആരോഗ്യമുള്ള മണ്ണിനു വേണ്ടതിനെപ്പറ്റി കണ്ണൂർ KVK തലവൻ ഡോക്ടർ P ജയരാജ്, ജലസംരക്ഷണത്തെക്കുറിച്ച് CWRDM ട്രെയിനിംഗ് ഹെഡ് ഡോക്ടർ ബാബു മാത്യു, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട കീടനിയന്ത്രണ മാർഗങ്ങളെപ്പറ്റി ഡോക്ടർ മണി ചെല്ലപ്പൻ എന്നിവരും സംവദിച്ചു. മഴവെള്ള സംഭരണ പദ്ധതികൾക്ക് പഞ്ചായത്തുകൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും മഴവെള്ള സംഭരണ പദ്ധതികൾക്ക് പഞ്ചായത്തുകൾക്കും സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നു. പഞ്ചായത്തുകൾ വഴി കുടുംബങ്ങളിലും വിദ്യാലയങ്ങളിലും മഴവെള്ള സംഭരണികൾ, പഞ്ചായത്തുകളിൽ മാതൃകാ മഴവെള്ള സംഭരണികൾ എന്നിവയുടെ നിർമ്മാണത്തിനും കിണർ റീചാർജിംഗിനും ധനസഹായം ലഭിക്കും. കേരള റൂറൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഏജൻസിയുടെ മഴ കേന്ദ്രം വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി ജൂൺ 8. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471232048. മറ്റൊരു നമ്പർ 0471233703. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471232048, 0471233703. കൃഷിവകുപ്പ് ഈ സാമ്പത്തിക വർഷം കരനെൽ കൃഷി 2500 ഹെക്ടറിൽ വ്യാപിപ്പിക്കും. കരനെൽ കൃഷിക്ക് 5440 രൂപ ധനസഹായം നൽകും. കരനെൽ കൃഷിയിൽ ഗ്രൂപ്പ് ഫാമിംഗ് പ്രോത്സാഹിപ്പിക്കാൻ 10 അംഗ സമിതി രൂപീകരിക്കും. സമിതിയുടെ പ്രവർത്തനത്തിന് 25,000 രൂപ സഹായം നൽകും. സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി ഈ അധ്യയന വർഷം 20 ലക്ഷം പച്ചക്കറി വിത്ത് കിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി നൽകും. സ്കൂളുകളിലും വീട്ടുവളപ്പിലും പച്ചക്കറി തോട്ടമൊരുക്കാൻ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന് സഹായകമായി കൃഷിരീതികളും സസ്യസംരക്ഷണവും ലളിതമായി പ്രതിപാദിച്ച് കൃഷി പാഠാവലി എന്ന പേരിൽ ഒരു കൈപ്പുസ്തകം FIB പ്രസിദ്ധീകരിച്ചു. കൃഷിഭവനുകളിൽ നിന്ന് കോപ്പികൾ സ്കൂളുകൾക്ക് സൌജന്യമായി ലഭിക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 12,800 രൂപ, കോഴിക്കോട് 14,400 രൂപ, തൃശൂർ 12,700 രൂപ, കൊപ്ര കൊച്ചി 8,630 രൂപ, കോഴിക്കോട് 9,200 രൂപ, തൃശൂർ 8,610 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 50,100 രൂപ, ഗാർബിൾഡ് 52,100 രൂപ, ചുക്ക മീഡിയം 9,750 രൂപ, ബസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ സേലം 8,500 രൂപ, മഞ്ഞൾ ഈറോഡ് 9,000 രൂപ, അടയ്ക്കപ്പഴയത് 20,000-നും 21,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,800 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,850 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 12,800 രൂപ, കൊപ്ര 8,630 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,300 രൂപ, റോട്ടറി 2,700 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 50,100 രൂപ, ഗാർബിൾഡ് 52,100 രൂപ.
ചുക്ക് മീഡിയം 9,750 രൂപ, ബസ്റ്റ് 11,750 രൂപ, മഞ്ഞൾ നാടൻ 11,500 രൂപ, അടയ്ക്ക പുതിയത് 20,000-നും 21,000-നും മധ്യേ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 150-നും 170-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് കിലോഗ്രാമിന് 260-നും 325-നും മധ്യേ, ജാതിപത്രി കിലോഗ്രാമിന് 400-നും 550-നും മധ്യേ, ഗ്രാമ്പു കിലോഗ്രാമിന് 650 രൂപ. റബ്ബർ RSS 5 ഗ്രേഡ് 12,700 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 12,800 രൂപ, ഒട്ടുപാൽ 8,700 രൂപ, ലാറ്റക്സ് 8,700 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് തളർച്ചയിലാണ് ഇടപാടുകൾക്ക് തുടക്കം കുറിച്ചത്. പുതിയ കുരുമുളക് വില 48,500 രൂപ. ഉൽപ്പന്നത്തിന്റെ തളർച്ച കണ്ട് ചരക്ക് സംഭരിക്കാൻ വ്യാപാരികൾ താൽപര്യം കാണിച്ചില്ല. ഇതര ഉൽപാദന രാജ്യങ്ങളിലും കുരുമുളക് വില താഴ്ന്നു. മഴമേഘങ്ങളുടെ വരവ് കണ്ട് ഏലക്ക കർഷകർ സ്റ്റോക്കിറക്കി. ഇന്ന് ശാന്തൻപാറയിൽ വലിപ്പം കൂടിയ ഇനങ്ങൾ കിലോയ്ക്ക് 973 രൂപയിലും ശരാശരി ഇനങ്ങൾ 807 രൂപയിലുമാണ്. അന്തർ സംസ്ഥാന വ്യാപാരികൾ ഏലക്ക സംഭരിച്ചു. റബ്ബർ അവധി വ്യാപാര രംഗത്തെ ഉണർവിൽ ടയർ വ്യവസായികൾ കൊച്ചി, കോട്ടയം വിപണികളിൽ താൽപര്യം കാണിച്ചു. 4 ഗ്രേഡിന് 200 രൂപ വർദ്ധിച്ച് 12,800 കയറി. മുഖ്യവിപണികളിൽ നാളികേരോൽപ്പന്നങ്ങൾ സ്റ്റഡിയാണ്. വില ഉയർത്താതെ എണ്ണ വിറ്റഴിക്കാനുള്ള ശ്രമത്തിലാണ് മില്ലുകാരെങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വിൽപ്പന വർദ്ധിച്ചില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 33.6, 26.1, കൊച്ചി 32.2, 25.7, ആലപ്പുഴ 31.7, 26.6, പുനലൂർ 34.5, 25.6, തിരുവനന്തപുരം 32, കുറഞ്ഞ താപനില 26.8 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.